വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടാണ് ഇരിക്കുന്നല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ 8ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗം എന്ന് പറയുന്നത് ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ് ആണ് അല്ലെ. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യം. ഇതാരെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ കോശങ്ങളെ പറ്റി, സെല്ലുകളെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ 7ാം ക്ലാസ് വരെ പഠിച്ചതിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അകത്തേക്ക് പോയിട്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് കോശങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തു, സൈലത്തിന്റെ യോധ ബാച്ചിൽ ഓൾറെഡി എന്ത് ചെയ്തു, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ഈ ഒരു ചാപ്റ്ററെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ താഴെ ലിങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നേരെ ആപ്പ് മതി ആ ഒരു യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ ഡീറ്റെയിൽ ക്ലാസ്സസും അടിപൊളിയായിട്ട് ഓണം എക്സാമിന് ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരാനാണ് നിങ്ങൾക്ക് യോധ ബാച്ച് ഉള്ളത്. അപ്പം ആ കാര്യം മറക്കണ്ട കേട്ടോ. സോ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. ഓക്കെ, സോ ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാലോ. ആദ്യമായിട്ട് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്, ഓൾറെഡി നിങ്ങൾ മൈക്രോസ്കോപ്പ് എന്താണെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ശാസ്ത്രജ്ഞന്മാർ, സയന്റിസ്റ്റുകളെ കുറിച്ചൊക്കെ പഠിച്ചു കഴിയുമ്പം നേരെ നമ്മൾ പ്ലാന്റ് സെല്ലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ പ്ലാന്റ് സെൽ അല്ലെങ്കിൽ ഒരു കോശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോശം കൊണ്ടാണ് അല്ലെ. എല്ലാ ലിവിങ് ഓർഗാനിസം, പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും, ഓൾ ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. അതിന് പ്ലാന്റ് സെല്ലിലേക്ക് എടുത്താലും, ഇനിയിപ്പം നമുക്കറിയാം പ്ലാന്റ് സെൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു സെൽ വോള്, കോശ ഭിത്തിയുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് സെൽ മെംബ്രെയിൻ ഉള്ളത്. ആനിമൽ സെൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു കോശ ഭിത്തി, സെൽ വോള് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി ഇതേപോലെ തന്നെ പ്ലാന്റ് സെൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു സെൽ വോളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ സെൽ മെംബ്രെയിൻ ആണ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട 2 ടേംസുകളുണ്ട്, പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും. അതായത് ജീവദ്രവ്യവും കോശദ്രവ്യം. 1ാം പാഠഭാഗത്ത് നിങ്ങൾക്ക് നല്ല ഫുൾ മാർക്കിലേക്ക് നിങ്ങളെ ചാപ്റ്റർ എത്തിക്കണമെങ്കിൽ, പക്ക സെറ്റ് ആക്കണമെങ്കിൽ ഈ ഭാഗമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഇതിൽ നിന്നാണ് ചിത്രമടിസ്ഥാനത്തിലും സെൽ ഓർഗനൽസ് എന്താണെന്നും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്തായാലും പഠിക്കണം. ഇതൊരിക്കലും ഈ പാഠഭാഗത്ത് നിന്ന് ഒഴിവാക്കാനും പാടില്ലാത്തതാണ്. അപ്പോ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മിസ് ഇവിടെ ഒരു കോശം വരച്ചിട്ടുണ്ട്. സെൽ വോള് മിസ് വരച്ചിട്ടില്ല, ഇതിന് ചുറ്റുമായിട്ട് സെൽ വോളും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ കോശം എടുത്തു കഴിഞ്ഞാൽ ആ കോശത്തിന്റെ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ പറയുന്നത് സെൽ മെംബ്രെയിൻ എന്നാണ് അല്ലെ. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം. കോശസ്തരം, ഈ കോശസ്തരം എന്ന് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ ഈ മഞ്ഞ കളറിൽ മിസ് വരച്ചിരിക്കുന്നതാണ് എന്ത്, നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഏതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? മിസ് ഈ മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയാം. ഓക്കെ, ഇനി ഈ വയലറ്റ് ഷെയ്ഡിൽ മിസ് വരച്ചത് നിങ്ങൾ കാണുന്നുണ്ടോ? വയലറ്റ് ഷെയ്ഡിൽ നിങ്ങൾ വരച്ചത് കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. എന്താണ്? അതാണ് നമ്മുടെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത് വയലറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്നാണ്. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ മിസ് ഇപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? പ്രോട്ടോപ്ലാസം എന്ന് പറയാം. പ്രോട്ടോപ്ലാസം അതല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പം ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത്. മറിച്ച് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ഒരു മെട്രിക്സ് പോലെയാണ്, അതിലാണ് കോശാംഗങ്ങൾ ഇങ്ങനെ അടുക്കിപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ കാണാം.
ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസം ഇസ് ഈക്വൽ ടു സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം പ്ലസ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം. ക്ലിയർ ആയോ? അപ്പം നമ്മളൊരു സെല്ല് അല്ലെങ്കിൽ കോശം എടുക്കുമ്പോൾ അതിന്റെ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും കൂടെ ചേരുന്നതാണ്, മൊത്തത്തിലാണ് നമ്മൾ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഒഴികെയുള്ള, മിസ് വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തല്ലോ, ന്യൂക്ലിയസ് ഒഴികെയുള്ള ഷെയ്ഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു റീജിയണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സോ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ ഈ സൈറ്റോപ്ലാസത്തിന്റെ മേലെയാണ് പല പല സെൽ ഓർഗനൽസ് ഇങ്ങനെ കിടക്കുന്നത്. അവയെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കോശ അംഗങ്ങൾ, വിവിധ തരം സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ 2 പോയിന്റ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്, അതായത് ഊർജ നിലയം. കോശത്തിൽ ഊർജം ഉണ്ടാക്കുന്നത്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ പറയുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അത് മാത്രമല്ല, ഇത് കൂടുതലായിട്ട് കാണുന്നത് ബ്രെയിൻ സെല്ല്, ലിവർ സെൽ, അതുപോലെ മസിൽ സെല്ലിലാണ്. ഓക്കെ, നമ്മുടെ മസ്തിഷ്കം, അതുപോലെ കരൾ, പേശി, ഇവരിലാണ് കൂടുതലായിട്ടും ഈ മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണുന്നത്. കാരണം എന്താണ്? അവിടെയാണ് കൂടുതൽ എനർജി പ്രൊഡക്ഷൻ, ഊർജ്ജം ഉണ്ടാക്കുന്നത്. സോ മൈറ്റോകോൺട്രിയ എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ പവർ ഹൗസ് ആണെന്ന് ഓർക്കുക. ഈ സെല്ലുകളിലാണ് കൂടുതലായിട്ടും മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നതെന്നും കൂടി ഓർത്ത് വെക്കാം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ നമ്മൾ സൈറ്റോസ്കെലിട്ടൺ എന്നും കൂടെ പറയും. സൈറ്റോസ്കെലിട്ടൺ അല്ലെങ്കിൽ കോശ അസ്ഥികൂടം എന്ന് പറയും. കാരണം എന്താണ്? ഇത് കോശത്തിന് നല്ല ഷെയ്പ്പ് കൊടുക്കുന്നു. കോശത്തിന് എന്ത് കൊടുക്കുന്നു? ഷെയ്പ്പ് അല്ലെങ്കിൽ ആകൃതി കൊടുക്കുന്നു. ആകൃതി അല്ലെങ്കിൽ ഷെയ്പ്പ് കൊടുക്കുന്നു. അത് മാത്രമല്ല, സെല്ലിലുള്ള കണ്ടക്ഷൻ എന്താണ്? പദാർത്ഥ സംവഹനം ആര് വഴിയാണ്? സംവഹനം ആര് വഴിയാണ്? ഈ സൈറ്റോസ്കെലിട്ടൺ, അതായത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വഴിയാണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് ആരെ നമ്മൾ കാണുക? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതായത് ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് കണ്ടോ? ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്, അതാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുമ്പോൾ ഈ 3 പോയിന്റുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. കോശാസ്ഥികൂടം, സൈറ്റോസ്കെലിട്ടൺ എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇവരെന്ത് ചെയ്യുന്നു? ആ സെല്ലിന്, കോശത്തിനൊരു ഷേപ്പ്, ആകൃതിയും ദൃഢതയും ഒക്കെ നൽകുന്നുണ്ട്. സെല്ലിലെ കണ്ടക്ഷൻ, പദാർത്ഥ സംവഹത്തിന് സഹായിക്കുന്നതാണ് ആര്? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? യെസ്. മൂന്നാമത്തെ നമ്മുടെ ആളാണെന്ത്? റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ്, അതായത് പ്രോട്ടീൻ സിന്തസിസ് എന്ന് നമ്മൾ പറഞ്ഞാൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം. മാംസ്യ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ സിന്തസിസ്, അതായത് സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് നമ്മുടെ റൈബോസോമാണ്. ഈ റൈബോസോം സെല്ലിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകുത്തു പോലെയും കാണും. അത് മാത്രമല്ല, ഇവിടെ കണ്ടോ, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മേലെയായിട്ടും ചെറിയ ഡോട്ട് ഡോട്ട് കാണാം. അതും ഈ റൈബോസോം തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പൊ റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പ്രോട്ടീൻ സിന്തസിസ് യൂണിറ്റ് അല്ലെങ്കിൽ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് നമ്മൾ പറയുന്നത് ഈ റൈബോസോമിനെയാണ്. ഓക്കെ, ഈ മാംസ്യ നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നമ്മൾ പറഞ്ഞ പോലെ സൈറ്റോപ്ലാസത്തിൽ സ്പ്രെഡ് ചെയ്തും കാണാം. സൈറ്റോപ്ലാസത്തിൽ സ്പ്രെഡ് ചെയ്ത് കണ്ടോ? സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ടും കാണാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ മേലെയും കാണാം. അപ്പൊ ഇത് എവിടെയൊക്കെ കാണുന്നു? സൈറ്റോപ്ലാസത്തിൽ സ്പ്രെഡ് ചെയ്ത് കോശദ്രവ്യത്തിലും കാണാം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും കാണാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും കാണാം. അടുത്തതാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം. പ്ലാന്റ് സെല്ലിലെ വലിയ സെൻട്രൽ വാക്യൂൾ ആയിട്ട് കാണുന്നതാണ്. ഒരു ഏറ്റവും ഭാഗവും വാക്യൂളാണ് നമുക്ക് കാണപ്പെടുക. കണ്ടോ? ഇത്രയും വലിപ്പത്തിൽ. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടോണോപ്ലാസ്റ്റ് എന്ന മെംബ്രെയിൻ ആണ്. ടോണോപ്ലാസ്റ്റ്,
അതായത് വാക്യൂളിന്റെ മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്തരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോണോപ്ലാസ്റ്റ്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ, വാക്യൂളിന് ചുറ്റുമുള്ള ആ ഒരു മെംബ്രെയിൻ കാണുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ടോണോപ്ലാസ്റ്റ് ഉണ്ട്, അത് മാത്രമല്ല ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് സ്റ്റോർ വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ്, അതുപോലെ വാട്ടർ, സോൾട്ട് എന്നിവ. ഓക്കെ, അപ്പൊ വിസർജ്യ വസ്തുക്കൾ, ജലം, അതുപോലെ ലവണങ്ങൾ, ഇവയൊക്കെ സംഭരിക്കുന്നത് എവിടെയാണ്, വാക്യൂൾ അല്ലെങ്കിൽ ഫേനത്തിന്റെ ഉള്ളിലാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ വാക്യൂൾ അല്ലെങ്കിൽ ഫേനം പ്ലാന്റ് സെല്ലിലാണ് വലുതായിട്ട് നമ്മൾ കാണുന്നത്, സെൻട്രൽ വാക്യൂൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് കണ്ടല്ലോ. ചിത്രമൊക്കെ കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ഈ ചിത്രം തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പം ഗോൾജി കോംപ്ലക്സ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് സെക്രീറ്റ്സ് എന്തൊക്കെ, എൻസൈംസ്, ഹോർമോൺസ്, അതുപോലെ മ്യൂക്കസ്, ഇതൊക്കെ സെക്രീറ്റ് ചെയ്ത് സ്മോൾ വെസിക്കിൾ ആയിട്ടാണ് ആരെ നമ്മൾ കാണാം, ചെറിയ സ്ഥരസഞ്ചികളിലായിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകും. ആരെയൊക്കെ, എൻസൈമുകളെയും ഹോർമോണുകളെയും അതുപോലെ ശ്ലേഷ്മത്തെയൊക്കെ. ഓക്കെ, ശ്ലേഷ്മത്തെയൊക്കെ ഇതുപോലെ എന്ത് ചെയ്യുന്നു, വെസിക്കിൾ ആയിട്ട് കൊണ്ടുപോകുന്നത് ആരാണ്, നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പൊ ഇത് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് എവിടെയാണ്, ഗ്ലാൻഡുലാർ സെല്ലിലാണ് നമ്മൾ കൂടുതലായിട്ടും ഗോൾജി കോംപ്ലക്സിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഗ്രന്ഥി കോശത്തിലാണ് ഈ ഗോൾജി കോംപ്ലക്സുകൾ കൂടുതലായിട്ട് കാണുന്നത്. കാരണം എന്താ, എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ ഉണ്ടാകുമ്പം അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഗോൾജി കോംപ്ലക്സുകളാണ്. ഓരോ കോശത്തിലും ഹോർമോൺസും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഗോൾജി കോംപ്ലക്സിലൂടെയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസും കോശാംഗങ്ങൾ അല്ലെ. അപ്പൊ ഇതിലെ ഓരോ ഓർഗനൽസ് പഠിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ ഫങ്ഷൻ ആദ്യം പഠിക്കണം. പിന്നെ സ്ട്രക്ചർ, ആ ഒരു ചിത്രം കണ്ടാൽ അതിന്റെ ധർമ്മം, അതുപോലെ അതിന്റെ ഘടന നിങ്ങൾ കണ്ടാൽ പഠിച്ചു വെക്കണം. ഒരു ബോക്സിൽ തന്നെ ഓരോന്നും എഴുതി വെക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ത്, എവിടെ കാണുന്നു, എവിടെയൊക്കെയാണ് ഈ സെൽ ഓർഗനൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് കൂടുതലായിട്ടും വരുന്ന ചോദ്യങ്ങളെ നേരിടാനും ഫുൾ മാർക്ക് നേടി പക്ക സെറ്റാക്കാനും പറ്റും. അപ്പൊ ഇപ്പോൾ തന്നെ ഇത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ആക്കി ഓരോ സെൽ ഓർഗനലും അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ സ്ട്രക്ചർ, ഫീച്ചേഴ്സുകൾ എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് എഴുതി പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും മിസ് പറഞ്ഞു തരും അടുത്ത വീഡിയോയിൽ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്കുകളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ എന്തൊക്കെ അറിയണം, ഏത് ചാപ്റ്ററിൽ ഏത് പോർഷനാണ് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്, എന്തെങ്കിലും മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചോളൂ. അതൊക്കെ ക്ലിയർ ആക്കി തരാനാണ് മിസ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഇനിയും വീണ്ടും കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു ഡിയേഴ്സ്.